ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിച്ചു? ആ, തനിച്ചു കഴിക്കാനോ? എന്തോ പേടിയാണോ വാവയ്ക്ക്? ആ, അതെ അതെ. ഒന്നിച്ചിരുന്ന് കഴിക്കാനാണെങ്കിൽ ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. സ്റ്റാഫ് ആരെങ്കിലും വരും ആ, കേട്ടോ. ഒരാളും ഇവിടേക്ക് വരില്ല. വരൂ, പുറത്തേക്ക് കേൾക്കാം. ഡോക്ടർ, എന്താണ് കണ്ടീഷൻ? പുറത്തേക്ക് കാണുന്ന രീതിയിൽ വലിയ മുറിവുകളൊന്നുമില്ല. പക്ഷേ ഇന്റേണൽ ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഒരുപക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തലക്കേറ്റ അടി കാരണവും ഇങ്ങനെയാവാം. പക്ഷേ ഇന്റേണലി ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയെ സാരമായി ബാധിക്കും. എനിവേ ടെസ്റ്റ് റിസൾട്ടുകൾ വരട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർണായകമായ ഒരു കേസിലെ പെൺകുട്ടിയാ. അവൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ചികിത്സയും മറ്റു കാര്യങ്ങളും അല്പം രഹസ്യമായി തന്നെ ഇരിക്കണം. നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നാൽ പറയുമ്പോ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. സാരമില്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആ കുട്ടിയുടെ ചികിത്സയെപ്പറ്റി ആരും അറിയാൻ പോകുന്നില്ല. താങ്ക് യു ഡോക്ടർ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിപ്പിക്കാം. ശരി. കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരെ പറഞ്ഞേൽപ്പിച്ചില്ലെങ്കിൽ അവസാനം അത് ബുദ്ധിമുട്ടാവും. സർ, അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അവളെ കൊണ്ടുപോകാൻ തുനിഞ്ഞവരിൽ നിന്നും അവളെ പിടിച്ചു വാങ്ങുമ്പോൾ അവളുടെ റിയാക്ഷൻ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഭാഗ്യം നമ്മുടെ കൂടെ അല്ലേടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നോ? പ്രിയങ്ക നല്ല രീതിയിലായാൽ, കൃത്യമായി മൊഴി കൊടുക്കുന്ന രീതിയിലായാൽ, നമുക്ക് പ്രിയങ്കയെ കോടതിയിൽ പ്രസന്റ് ചെയ്യണം. അന്നത്തോടെ തന്റെ അച്ഛനെ കോടതി റിലീസ് ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ അല്പം കഴിഞ്ഞാണെങ്കിലും എനിക്ക് എന്റെ ഉദ്യോഗത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. ഉദ്യോഗത്തിലേക്ക് തിരിച്ചെത്തിയാ പിന്നെ സാറിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? എന്റെ ആദ്യത്തെ ലക്ഷ്യം വരുണ, പിന്നെ അവന്റെ ഭാര്യ. തീർക്കേണ്ട വഴികളൊക്കെ കൃത്യമായി എന്റെ മനസ്സിലുണ്ട്. അത് തീർത്ത് കളയണം സർ. ജീവിക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള ഉത്തരവാണ് അകത്ത് കിടക്കുന്ന പ്രിയങ്ക. അവളുടെ ഓർമ്മ ഒന്ന് നേരെയാവട്ടെ. പലരെ ഓർമ്മിപ്പിക്കാനുണ്ട് നമുക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. സുഹല്ലേ? ഓ, ഞാനിപ്പോ വരാം. ആ, താൻ വന്നോ? പിന്നെ വരാതെ? ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് എനിക്ക് അവിടെ ഇരുന്ന സമാധാനം കിട്ടോ? അല്ല, എന്നോട് എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? അതെ, ഇവിടെ തന്നെ കാണാൻ ഒരാൾക്ക് കൊതി, അതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചത്. അതാർക്കാ ഇപ്പൊ എന്നെ കാണാൻ ഇത്ര വലിയ കൊതി? അത് ആക്ച്വലി അവനൊരു കുഴപ്പം പിടിച്ചു കൊടുത്തനാ. വാശി എന്ന് പറഞ്ഞാ ഇങ്ങനെയുണ്ടോ വാശി? അതാരാ? അത് പറ. പേര് അവന്റെ പേര് വരുണെന്നോ മറ്റാണെന്ന് തോന്നുന്നു. ആ ചെറുക്കന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് കണ്ടാ പോരാ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാ കഴിക്കാതെ വരാൻ പറഞ്ഞു. ഈ അടുത്തായിട്ട് പ്രണയം ഇത്തിരി കൂടി പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ, അത് തന്നോടല്ലേ.
ആ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. അയ്യോ, ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോ ഇവിടെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കില്ലേ? ആ നമ്മളെ രണ്ടുപേരും ക്ലാസ് കെട്ടിയത് ഊര് ചുറ്റാൻ പോയവരൊന്നുമല്ല, ഭാര്യയും ഭർത്താവുവാ. ഇനി അഥവാ കണ്ടാ തന്നെ അവരങ്ങ് സഹിച്ചോളും. താനിങ്ങോട്ട് വന്നേ. ഹ. വാ. എവിടെയാ? ആ അങ്ങോട്ട് പോ. വാ. കഴിച്ചു? ആ തനിച്ച് കഴിക്കാനോ? എന്തോ പേടിയാണോ വാവയ്ക്ക്? ആ അതെ അതെ, ഒന്നിച്ചിരുന്ന് കഴിക്കാനാണെങ്കിൽ ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. സ്റ്റാഫ് ആരെങ്കിലും വരും ആ കേട്ടോ. ഒരാളും ഇവിടേക്ക് വരില്ല. അതെ, മുതലാളി ഭക്ഷണം കഴിക്കുന്ന സമയത്തെ ഒരാൾക്കും നോ എൻട്രി. താൻ ധൈര്യമായിട്ടിരുന്നോ? ഇരിക്കാൻ. അയ്യോ സോറി സർ. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ വന്നതെന്ന് വെച്ചാ അതങ്ങ് ചെയ്തോളൂ. അത് സാരമില്ല സർ, കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം.